ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹൈഡ്രോളജിക്കൽ സൈക്കിൾ അഥവാ ജലചക്രത്തിനെ കുറിച്ചാണ്. ഇതൊരു വളരെ പ്രധാനപ്പെട്ട കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഭൂമിയിൽ ജലം എങ്ങനെയാണ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സഞ്ചരിക്കുന്നത് എന്ന് ഇത് നമുക്ക് വ്യക്തമാക്കുന്നു. ജലം അന്തരീക്ഷത്തിൽ നിന്ന് ഭൗമോപരിതലത്തിലേക്കും അവിടെ നിന്ന് തിരിച്ച് അന്തരീക്ഷത്തിലേക്കും പല ഘട്ടങ്ങളിലൂടെയാണ് നീങ്ങുന്നത്. പ്രധാനപ്പെട്ട ഘട്ടങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിനകത്ത് വരുന്നത് ഇവാപ്രേഷൻ, സൂര്യൻ്റെ ചൂടേറ്റ് ജലം വാട്ടർ വേപ്പർ അഥവാ നീരാവിയായി അന്തരീക്ഷത്തിലേക്ക് പോകുന്നു. ദെൻ കണ്ടൻസേഷൻ, ഘനീഭവിക്കൽ. ഈ നീരാവി തണുത്ത് ചെറിയ ജലകണികകളായി മാറുന്നു. ഇത് ഒന്നുചേർന്ന് ക്ലൗഡ്സ് അഥവാ മേഘങ്ങളായി രൂപം കൊള്ളുന്നു. പ്രസിപ്പിറ്റേഷൻ, മേഘങ്ങളിൽ വെള്ളം നിറയുമ്പോൾ അത് മഴ, മഞ്ഞ് എന്നിങ്ങനെയുള്ള രൂപങ്ങളിൽ ഭൂമിയിലേക്ക് തിരിച്ചു വീഴുന്നു. കളക്ഷൻ, ഭൂമിയിൽ വീഴുന്ന ജലം റിവേഴ്സ്, ലേക്സ്, ഓഷൻ എന്നിവയിൽ ശേഖരിക്കപ്പെടുന്നു. ഇതിനു പുറമെ കുറേ ജലം മണ്ണിലേക്ക് താഴുകയും ഗ്രൗണ്ട് വാട്ടറായി മാറുകയും ചെയ്യുന്നു. ഇവയാണ് ഈ സൈക്കിളിലെ പ്രധാന പ്രക്രിയകൾ. ഇതിനോടൊപ്പം ഇൻഫിൽട്രേഷൻ, മണ്ണിലേക്ക് ജലം താഴുന്നത്. പെർകൊളേഷൻ, ഭൂമിക്കടിയിലേക്ക് ജലം കൂടുതൽ ആഴത്തിൽ ഇറങ്ങുന്നത്. ട്രാൻസ്പിറേഷൻ, സസ്യങ്ങളുടെ ഇലകളിൽ നിന്ന് ജലം നീരാവിയായി പോകുന്നത്. റൺ ഓഫ്, ഭൂമിയിലെ ജലം ഒഴുകിപ്പോകുന്നത് തുടങ്ങിയ അധിക ഘട്ടങ്ങളുമുണ്ട്. ഇവയെല്ലാം ചേർന്ന് ജലത്തിൻ്റെ ഒഴുക്കിനെ നിയന്ത്രിക്കുന്നു. മൊത്തത്തിൽ ഹൈഡ്രോളജിക്കൽ സൈക്കിൾ വളരെ അത്യാവശ്യമാണ്. ഇതില്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ ആവശ്യമായ രൂപത്തിൽ വെള്ളം ലഭ്യമാകില്ല. ഭൂമിയുടെ കാലാവസ്ഥ നിലനിർത്താനും ജീവൻ നിലനിർത്താനും കൃഷി ചെയ്യാനും കുടിവെള്ളത്തിനും ഭൂഗർഭജലം നിറയ്ക്കാനും എല്ലാം ഇത് അനിവാര്യമാണ്. ഇതൊരു ഇൻട്രൊഡക്ഷനായിട്ട് പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഒരു ക്വസ്റ്റ്യൻസ്, ഒരു 30 MCQ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ഹൈഡ്രോളജിക്കൽ സൈക്കിൾ എന്ന് പറയുന്ന ആ ഒരു ഇൻട്രൊഡക്ഷൻ ഭാഗത്തു നിന്നും വരാൻ സാധ്യതയുള്ള ഒരു 30 ക്വസ്റ്റ്യൻസും MCQ ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. വാട്ട് ഈസ് ദ പ്രൈമറി ഡ്രൈവർ ഓഫ് ദ ഹൈഡ്രോളജിക് സൈക്കിൾ? ആ ഒരു ജലചക്രത്തിൻ്റെ പ്രൈമറി ഡ്രൈവ് ആരാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അതായത് ഈ ഒരു പ്രോസസ്സ്, ഈ ജലചക്രം ഇനിഷ്യേറ്റ് ചെയ്യുന്നത് ആരാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഹൈഡ്രോളജിക് സൈക്കിൾ പ്രവർത്തിക്കാൻ സഹായിക്കുന്ന പ്രധാന ഘടകം സോളാർ എനർജിയാണ്. സൂര്യനിൽ നിന്നുള്ള ചൂടും പ്രകാശവുമാണ് ഭൂമിയുടെ ഉപരിതലത്തിലെ വെള്ളം ബാഷ്പീകരിക്കാൻ, അതായത് ഇവാപ്രേറ്റ് ചെയ്യാൻ സഹായിക്കുന്നത്. ഈ ബാഷ്പീകരണം നടക്കുന്നത് കൊണ്ടാണ് ജലചക്രത്തിലെ അടുത്ത ഘട്ടങ്ങളായ കണ്ടൻസേഷൻ, അതുപോലെ പ്രസിപ്പിറ്റേഷൻ തുടങ്ങിയവയെല്ലാം നടക്കുന്നത്. അതുകൊണ്ട് ജലചക്രത്തിന്റെ പ്രധാന ഊർജ്ജ സ്രോതസ് സൗരോർജ്ജമാണ്. ഇപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? സോളാർ എനർജി. ക്ലിയർ ആണല്ലോ? ഇപ്പൊ ആൻസർ നമ്മുടേത് സോളാർ എനർജിയാണ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് പെർസെൻറ്റേജ് ഓഫ് ദ എർത്ത് സർഫസ് ഈസ് സ്റ്റോർഡ് ഇൻ ഓഷൻസ്? ഓഷൻസിൽ എത്രത്തോളം പെർസെൻറ്റേജ് ഓഫ് വാട്ടർ ആണ് എർത്തിൻ്റെ വാട്ടറിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ് ഓഷൻസിൽ സ്റ്റോർ ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. നമ്മുടെ ഭൂമിയിലുള്ള ആകെ വെള്ളത്തിൻ്റെ ഏകദേശം 97% സംഭരിച്ചിരിക്കുന്നത് സമുദ്രങ്ങളിലാണ്, അതായത് ഓഷൻസിലാണ്. പക്ഷേ ഈ വെള്ളം മുഴുവൻ ഉപ്പുവെള്ളമാണ്, അതായത് സലൈൻ വാട്ടർ. നമുക്ക് കുടിക്കാനും കൃഷിക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ശുദ്ധജലം, യൂസബിൾ ഫ്രഷ് വാട്ടർ വളരെ കുറച്ചേ ഉള്ളൂ. അതുകൊണ്ടാണ് നദികളെയും ഭൂഗർഭജലത്തെയും സംരക്ഷിക്കേണ്ടത് വളരെ പ്രധാനമാണ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? 97%. 97% ഓഫ് ദ എർത്ത് വാട്ടർ ഈസ് സ്റ്റോർഡ് ഇൻ ദ ഓഷൻസ്. സ്റ്റോർഡ് ഇൻ ഓഷൻസ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫോം ഓഫ് പ്രസിപ്പിറ്റേഷൻ? പ്രസിപ്പിറ്റേഷൻ്റെ ഭാഗം അല്ലാത്തത് ഏതാണെന്നാണ് തന്നിരിക്കുന്ന ഓപ്ഷൻസ്. 4 ഓപ്ഷൻസ് ആണ്. റെയിൻഫാൾ, ഡ്യൂ, ഫോഗ്, എറോഷൻ, ഇങ്ങനെ 4 ഓപ്ഷൻസ് ഉണ്ട്. പ്രസിപ്പിറ്റേഷൻ എന്ന് പറഞ്ഞാൽ അന്തരീക്ഷത്തിലെ ജലം ഭൂമിയിലേക്ക് തിരിച്ചു വരുന്ന രൂപങ്ങളാണ്. ഉദാഹരണത്തിന് മഴ റെയിനിലൂടെ താഴെത്തും, മഞ്ഞ് സ്നോയിലൂടെ താഴെത്തും, ആലിപ്പഴം കേട്ടിട്ടുണ്ടോ? ഹെയിൽ എന്നാണ് പറയുന്നത് ആലിപ്പഴത്തിന് ഇംഗ്ലീഷിൽ. ഹെയിൽ വഴി താഴെ വരും, ഇതൊക്കെ. എന്നാൽ ഇറോഷൻ മണ്ണൊലിപ്പ് അല്ലേ? ഫോഗ് ഒക്കെ മഞ്ഞൊക്കെ ഇല്ലേ? ഡ്യൂ.
അപ്പോൾ അത് ഭൂമിയിലേക്ക് എത്തുന്ന ഓരോ രീതികളാണ്. പക്ഷേ എറോഷൻ എന്ന് പറയുന്നത് എന്താണ്? മണ്ണൊലിപ്പാണ് എന്നത് കാറ്റോ വെള്ളമോ കാരണം മണ്ണിന്റെ ഉപരിതലം ഒലിച്ചു പോകുന്ന പ്രക്രിയയാണ് എന്തെന്ന് പറയുന്നത്? എറോഷൻ. ശരിക്കും ഈ പ്രസിപ്പിറ്റേഷനുമായിട്ട് യാതൊരുവിധ ബന്ധവും ഇല്ലാത്ത ഒരു ടേം തന്നെയാണ് എറോഷൻ. ഓക്കെ, അപ്പൊ ഇത് ജലചക്രത്തിലെ പ്രസിപ്പിറ്റേഷനുമായി ബന്ധമില്ലാത്ത ഒരു തികച്ചും വ്യത്യസ്തമായ ഒരു പ്രക്രിയയാണ്. അതിനാൽ എന്താണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എറോഷൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫോം ഓഫ് പ്രസിപ്പിറ്റേഷൻ എന്ന് കേട്ടാൽ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? എറോഷൻ. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ദ ഹൈഡ്രോളജിക് സൈക്കിൾ ഈസ് കൺസിഡേർഡ് എ. 4 ഓപ്ഷൻസ് ഉണ്ട്. ലീനിയർ സിസ്റ്റം, ക്ലോസ്ഡ് ഗ്ലോബൽ സിസ്റ്റം, സ്റ്റാറ്റിക് സിസ്റ്റം, വൺ വേ സൈക്കിൾ. ആൻസർ എന്താണെന്ന് നോക്കാം. ജലചക്രം ഒരു ക്ലോസ്ഡ് ഗ്ലോബൽ സിസ്റ്റം ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. കാരണം ആഗോളതലത്തിൽ നോക്കുമ്പോൾ ഭൂമിയുടെ ജലസംഭരണിയുടെ അളവിൽ വലിയ മാറ്റങ്ങൾ വരുന്നില്ല. വെള്ളം ഈ സിസ്റ്റത്തിലേക്ക് പുറത്തു നിന്ന് വരുന്നില്ല, അല്ലെങ്കിൽ പുറത്തേക്ക് പോകുന്നില്ല. പക്ഷേ ഒരു കുളമോ നദിയോ പോലുള്ള ചെറിയ പ്രാദേശിക തലത്തിൽ നോക്കിയാൽ വെള്ളം അവിടേക്ക് വരികയും അവിടെ നിന്ന് പോകുകയും ചെയ്യുന്നതിനാൽ അവയെ ഓപ്പൺ സിസ്റ്റം എന്ന് പറയാം. അപ്പോൾ നമ്മുടെ ആൻസർ ഇവിടെ ഹൈഡ്രോളജിക്കൽ സൈക്കിൾ ഈസ് കൺസിഡേർഡ് ആസ്. തന്നിരിക്കുന്ന സിസ്റ്റം നമ്മൾ നോക്കുമ്പോൾ ക്ലോസ്ഡ് ഗ്ലോബൽ സിസ്റ്റം ആണ് മോസ്റ്റ് സൂറ്റബിൾ ആയിട്ടുള്ള ആൻസർ. കാരണം ദ ഹോൾ ഹൈഡ്രോളജിക് സൈക്കിളിനെ കുറിച്ചാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഗ്ലോബലി നോക്കുമ്പോൾ അത് ക്ലോസ്ഡ് ആണ് അല്ലേ? അവിടെ ജലം പുറത്തുനിന്ന് വരുന്നുകയോ പുറത്തേക്ക് പോകുകയോ ചെയ്യുന്നില്ല. അതുകൊണ്ട് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ക്ലോസ്ഡ് ഗ്ലോബൽ സിസ്റ്റം ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? അടുത്ത ചോദ്യം ഇതാണ്. വിച്ച് കമ്പോണന്റ് റെഫേഴ്സ് ടു ദ വാട്ടർ ഇന്റർസെപ്റ്റഡ് ബൈ പ്ലാന്റ്സ് ആൻഡ് ബിൽഡിങ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വിച്ച് കമ്പോണന്റ് റെഫേഴ്സ് ടു ദ വാട്ടർ ഇന്റർസെപ്റ്റഡ് ബൈ പ്ലാന്റ്സ് ആൻഡ് ബിൽഡിങ്സ്? നോക്കാം. മഴ പെയ്യുമ്പോൾ വെള്ളം നേരിട്ട് തറയിലേക്ക് വീഴാതെ സസ്യങ്ങളുടെ ഇലകളിലും, അതായത് പ്ലാന്റ് ലീവ്സിലും, അല്ലെങ്കിൽ കെട്ടിടങ്ങളുടെ പുറം ഭാഗത്തും, അതായത് റൂഫ്സിലൊക്കെ തങ്ങി നിൽക്കുന്നവ എന്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇന്റർസെപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം വാട്ടറിന് ഇന്റർസെപ്ഷൻ വരുന്നത് ആ ഒരു ടേം ഉണ്ട് അല്ലേ, വാട്ടറിനെ തടഞ്ഞു നിർത്തുന്നത്. ഈ വെള്ളം പിന്നീട് ബാഷ്പീകരിച്ച് പോകാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ തങ്ങി നിൽക്കുന്നത് കാരണം കുറച്ച് വെള്ളം ഭൂമിയുടെ ഉപരിതലത്തിലൂടെ ഒഴുകി പോകുന്നതിൽ നിന്ന് ഒഴിവാകുന്നു. അങ്ങനെ നമ്മൾ സർഫസ് റൺ ഓഫ് എന്നാണ് പറയുന്നത്. എന്താണ്? സർഫസ് റൺ ഓഫ്. സർഫസ് റൺ ഓഫ് എന്ന് പറയും. അപ്പം നമ്മുടെ ആൻസറിന് എന്താണ്? ഇന്റർസെപ്ഷൻ. എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ പറഞ്ഞില്ലേ, അതായത് ഇതിൽ താഴെ തന്നിരിക്കുന്നവയിൽ ഏത് കമ്പോണന്റ് ആണ് ശരിക്കും വാട്ടറിനെ ഇന്റർസെപ്റ്റ് ചെയ്യുന്നത്? പ്ലാന്റ്സും ബിൽഡിങ്സും വഴി. അതിലുള്ള കമ്പോണൻസിൽ താഴെ തന്നിരിക്കുന്നതിൽ മോസ്റ്റ് സൂറ്റബിൾ ആയിട്ടുള്ള വേർഡാണ്. അപ്പോൾ ഓപ്ഷൻസിൽ പെർക്കുലേഷൻ ഉണ്ട്, ഡിപ്രഷൻ സ്റ്റോറേജ് ഉണ്ട്, ഇന്റർസെപ്ഷൻ ഉണ്ട്, ബേസ് ഫ്ലോ ഉണ്ട്. അപ്പം നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഇന്റർസെപ്ഷൻ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് പാർട്ട് ഓഫ് ദ എർത്ത് ഹോൾഡ്സ് ദ ലാർജസ്റ്റ് എമൗണ്ട് ഓഫ് ഫ്രഷ് വാട്ടർ? നമുക്ക് നോക്കാം. നമ്മുടെ ഭൂമിയിലുള്ള ശുദ്ധജലത്തിൽ ഏറ്റവും വലിയ ഭാഗം സംഭരിച്ചിരിക്കുന്നത് ഗ്ലേസിയേഴ്സ്, ഹിമാനികളിലും അതുപോലെ ഐസ് ക്യാപ്സ്, ധ്രുവങ്ങളിലെ മഞ്ഞുപാളികളിലുമാണ്. ഇത് ഏകദേശം 68% വരും. ഭൂഗർഭജലം, ഗ്രൗണ്ട് വാട്ടർ, 2ാം സ്ഥാനത്താണ്. അതുകൊണ്ടാണ് നദികളും തടാകങ്ങളിലും കാണുന്ന ജലം താരതമ്യേന കുറഞ്ഞ അളവിൽ കാണപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? ഗ്ലേസിയേഴ്സ് ആൻഡ് ഐസ് ക്യാപ്സ്. ഓക്കെ, വിച്ച് പാർട്ട് ഓഫ് ദ എർത്ത് ഹോൾഡ്സ് ദ ലാർജസ്റ്റ് എമൗണ്ട് ഓഫ് ഫ്രഷ് വാട്ടർ? ആൻസർ ഗ്ലേസിയേഴ്സ് ആൻഡ് ഐസ് ക്യാപ്സ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 7. The study of the land phase of the hydrologic cycle primarily falls under. ജലചക്രത്തിന്റെ ലാൻഡ് ഫേസ്, ഭൂമിയിലെ ഘട്ടം, അതായത് ആ ലാൻഡ് ഫേസ് ഉണ്ടല്ലോ, അതായത് നദികൾ. ജലചക്രത്തിന്റെ ലാൻഡ് ഫേസ് എന്ന് പറയുമ്പോൾ ലാൻഡിൽ വരുന്നത്, അതായത് നദികൾ, തടാകങ്ങൾ, മണ്ണിലേക്ക് ജലം താഴുന്നത്, ഉപരിതലത്തിലൂടെയുള്ള ഒഴുക്ക്, ഭൂഗർഭജലം നിറയുന്നത് തുടങ്ങിയവയെക്കുറിച്ചുള്ള പഠനം.
അതിനെന്താണ് പറയുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. പ്രധാനമായും ഹൈഡ്രോളജി, അതായത് ജലശാസ്ത്രം എന്ന ശാസ്ത്രശാഖയിലാണ് ഉൾപ്പെടുന്നത്. അന്തരീക്ഷത്തിലെ പ്രക്രിയകൾ, കാലാവസ്ഥാ ശാസ്ത്രം, അതായത് നമ്മൾ മെറ്റീരിയോളജി എന്ന് പറയും, മെറ്റീരിയോളജി. അപ്പോൾ അവിടെ സമുദ്രത്തെക്കുറിച്ചുള്ള പഠനം ഓഷ്യാനോഗ്രാഫി ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ കാലാവസ്ഥയെക്കുറിച്ചുള്ള പഠനമാണ് ഓപ്ഷൻ ബി. സമുദ്രത്തെക്കുറിച്ചുള്ളത് ഓപ്ഷൻ എ. പിന്നെ നമ്മൾ പറഞ്ഞ ജലശാസ്ത്രം എന്ന് പറയുന്നത് ഏതാണ്? ഹൈഡ്രോളജിയാണ്. ഓക്കെ, അടുത്തത് നമുക്ക് നോക്കാനുള്ളത് ക്വസ്റ്റ്യൻ നമ്പർ 8 നോക്കാം. 8. വാട്ടർ മൂവ്മെന്റ് ത്രൂ സോയിൽ പോഴ്സ് ഇൻ ടു ദ ഗ്രൗണ്ട് ഈസ് കോൾഡ്. സോയിൽ പോഴ്സിലൂടെ ഗ്രൗണ്ടിലേക്ക് വാട്ടർ മൂവ് ചെയ്യുന്നതിനെ നമ്മൾ പറയുന്ന പേരെന്താണ് എന്നാണ് ചോദ്യം. ആൻസർ പറയാം, അതിനു മുന്നേ നമുക്ക് നോക്കാം. മഴവെള്ളം മണ്ണിലെ സുഷിരങ്ങളിലൂടെ സോയിൽ പോഴ്സിലൂടെ താഴേക്ക് ഇറങ്ങുന്നതിനെയാണ് നമ്മൾ ഇൻഫിൽട്രേഷൻ, അരിച്ചിറങ്ങൽ എന്നാണ് ശരിക്കും അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. ഈ പ്രക്രിയയാണ് ഗ്രൗണ്ട് വാട്ടർ റീചാർജ്, ഭൂഗർഭജലം നിറയ്ക്കാൻ സഹായിക്കുന്നത്. അതുപോലെ തന്നെ ഇത് ഉപരിതലത്തിലൂടെയുള്ള ജലത്തിൻ്റെ ഒഴുക്ക്, അതിന് നമ്മൾ നേരത്തെ ഒരു വേർഡ് പഠിച്ചല്ലോ, എന്താണ്? സർഫസ് റൺ ഓഫ് കുറയ്ക്കാനും സഹായിക്കുന്നത്. ഓക്കെ, അപ്പം സർഫസ് റൺ ഓഫ് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന ഏത് പ്രോസസ്സാണ്? സോയിൽ പോഴ്സിലൂടെ ഗ്രൗണ്ടിലേക്ക് പാസ് ചെയ്ത് പോകുന്നത് ഇൻഫിൽട്രേഷൻ. അപ്പം നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഓപ്ഷൻ എ തന്നെ ഇൻഫിൽട്രേഷൻ ആണ്. പിന്നെ റൺ ഓഫ്, ഇൻ്റർസെപ്ഷൻ, ട്രാൻസ്പിറേഷൻ. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഇൻഫിൽട്രേഷൻ ആണ്. ഓക്കെ, ഇൻഫിൽട്രേഷൻ. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 9. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റോഴ്സ് വാട്ടർ ടെമ്പററി ആൻഡ് റിലീസസ് ഇറ്റ് ലേറ്റർ. താൽക്കാലികമായി ജലം സംഭരിക്കുകയും പിന്നീട് അതിനെ റിലീസ് ചെയ്യുകയും ചെയ്യുന്നത് ഏത് ആണ് എന്നുള്ളതാണ്. സ്ട്രീംസ് ആണോ, ലേക്സ് ആണോ, ഡിപ്രഷൻ സ്റ്റോറേജ് ആണോ, ബേസ് ഫ്ലോ ആണോ എന്നാണ് ക്വസ്റ്റ്യൻ. ഭൂമിയുടെ ഉപരിതലത്തിലുള്ള ചെറിയ കുഴികളോ താഴ്ന്ന പ്രദേശങ്ങളോ, അതായത് നമ്മൾ പറയുന്ന സ്മോൾ ഡിപ്രഷൻസ് ഓർ പിറ്റ്സ്. പിറ്റ്സ് എന്ന് വെച്ചാൽ ചെറിയ കുഴികൾ. ഓക്കെ, പിറ്റ്സ് അല്ലെങ്കിൽ ഡിപ്രഷൻസ് ഒക്കെ വെള്ളത്തെ താൽക്കാലികമായി സംഭരിച്ച് വെക്കുന്നു. ഇതിനെയാണ് നമ്മൾ ഡിപ്രഷൻ സ്റ്റോറേജ് എന്ന് പറയുന്നത്. എന്തെന്ന് പറയും? താൽക്കാലികമായിട്ട് അങ്ങനെ സംരക്ഷിച്ച് വെച്ചേക്കുന്നതിനെ ഡിപ്രഷൻ സ്റ്റോറേജ് എന്ന് പറയുന്നത്. ഈ സംഭരിച്ച വെള്ളം പിന്നീട് സാവധാനത്തിൽ ഉപരിതലത്തിലേക്ക് തിരികെ വരികയോ മണ്ണിലേക്ക് താഴുകയോ ചെയ്യാം. അപ്പം നമ്മുടെ ആൻസർ എന്താണ്? ഡിപ്രഷൻ സ്റ്റോറേജ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ടർ ലോസ് ബൈ പ്ലാന്റ്സ് ഇൻ ദ ഫോം ഓഫ് വേപ്പർ ഈസ് നോൺ ആസ്. വേപ്പറിൻ്റെ ഫോമിൽ പ്ലാന്റ്സിൽ നിന്ന് ജലാംശം നഷ്ടപ്പെടുന്നു. ഈ ഒരു പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേര് ട്രാൻസ്പിറേഷൻ എന്നാണ്. അതായത് സസ്യങ്ങളുടെ ഇലകളിലുള്ള ചെറിയ സുഷിരങ്ങളിലൂടെ, ആ ചെറിയ സുഷിരങ്ങളെ നമ്മൾ അതിനെ നമുക്കൊരു പേര് പറയും. അതെന്ന് പറയുന്നത് സ്റ്റൊമാറ്റ എന്നാണ് പറയുന്നത്. സ്റ്റൊമാറ്റ. അപ്പം ഈ ഒരു സുഷിരങ്ങളിലൂടെ, സ്റ്റൊമാറ്റയിലൂടെ ജലം നീരാവിയുടെ രൂപത്തിൽ വേപ്പർ ഫോമിൽ അന്തരീക്ഷത്തിലേക്ക് പുറത്തു വിടുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ട്രാൻസ്പിറേഷൻ, ബാഷ്പോത്സർജനം എന്ന് പറയും. ഇത് ജലചക്രത്തിൽ അന്തരീക്ഷത്തിലേക്ക് നീരാവി ചേർക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. അപ്പം നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ട്രാൻസ്പിറേഷൻ ആണ് നമ്മുടെ ആൻസർ. വാട്ടർ ലോസ് ബൈ പ്ലാന്റ്സ് ഇൻ ദ ഫോം ഓഫ് വേപ്പർ ഈസ് നോൺ ആസ് ട്രാൻസ്പിറേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ റിന്യൂവൽ പീരീഡ് ഓഫ് അറ്റ്മോസ്ഫറിക് മോയ്സ്ചർ? അപ്പോൾ ഞാനിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത് നമുക്ക് ആ ഒരു ഇത് ആൻസർ നമ്മുടെ മൈൻഡിൽ നിൽക്കണമെങ്കിൽ നമുക്ക് ജസ്റ്റ് അത് എന്താണെന്നും കൂടി പറഞ്ഞാൽ മാത്രമേ നമ്മുടെ മൈൻഡിൽ അത് ഹോൾഡ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ അതുകൊണ്ടാണ് അത് എക്സ്പ്ലെയിൻ ചെയ്ത് ആൻസറിലേക്ക് പോകുന്നത് കേട്ടോ. അന്തരീക്ഷത്തിലുള്ള ജലബാഷ്പം, വാട്ടർ വേപ്പർ പൂർണ്ണമായും മാറി പുതിയത് വരുന്നതിന് ശരാശരി 8 ദിവസമാണ് എടുക്കുന്നത്. അതുകൊണ്ട് അന്തരീക്ഷത്തിലെ ഈർപ്പത്തിൻ്റെ അളവ്, അതായത് മോയ്സ്ചർ കണ്ടന്റ് നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റമാണിത്. വാട്ട് ഈസ് ദ റിന്യൂവൽ പീരീഡ് ഓഫ് അറ്റ്മോസ്ഫിയറിക് മോയ്സ്ചർ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 8 days ആണ്. പൂർണ്ണമായിട്ടും അത് മാറി വരുന്നതിന് എത്ര ദിവസം എടുക്കും? 8 ദിവസം. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 8 days ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് കോൺട്രിബ്യൂട്ട് ടു സർഫസ് റൺ ഓഫ്? ഇൻ്റർസെപ്ഷൻ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തപ്പോൾ. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് കോൺട്രിബ്യൂട്ട് ടു ദ സർഫസ് റൺ ഓഫ്?
നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതായത് ഇന്റർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ മഴവെള്ളം നേരിട്ട് നിലത്തേക്ക് വീഴാതെ സസ്യങ്ങളുടെ ഇലകളിലോ കെട്ടിടങ്ങളുടെ മുകളിലോ തങ്ങി നിൽക്കുന്നതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ. ഇങ്ങനെ തങ്ങി നിൽക്കുന്ന വെള്ളം മണ്ണിലേക്ക് ഇറങ്ങുകയോ ഉപരിതലത്തിലൂടെ ഒഴുകിപ്പോവുകയോ ചെയ്യുന്നില്ല. അതുകൊണ്ട് ഇത് സർഫസ് റൺ ഓഫ്, അതായത് ഉപരിതലത്തിലൂടെയുള്ള ഒഴുകിപ്പോക്കിന് എന്താകുന്നില്ല, കാരണമാകുന്നില്ല. എന്നാൽ മഴ, റെയിൻഫാള്, മഞ്ഞുരുകുന്നത്, സ്നോ മെൽറ്റ് ചെയ്യുന്നത്, നഗരങ്ങളിലെ ഡ്രെയിനേജ്, അർബൻ ഡ്രെയിനേജ്, ഇതെല്ലാം നേരിട്ട് ഉപരിതല ഒഴുക്കിന് കാരണമാകുന്നു. പക്ഷെ ഇന്റർസെപ്ഷൻ അവിടെ എത്തുന്നില്ലല്ലോ, താഴെ എത്തുന്നില്ല. പിന്നെ എങ്ങനെ സർഫസ് റൺ ഓഫിന് കാരണമാകും? അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഇന്റർസെപ്ഷൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 13. The term land system in hydrology does not include. ഹൈഡ്രോളജിയിൽ നമ്മൾ പറയുന്ന ലാൻഡ് സിസ്റ്റം ഇൻക്ലൂഡ് ആവാത്തത് എന്തിനെയാണ്? ഓഷൻ സബ് സിസ്റ്റം ആണ് ആൻസർ. നോക്കാതെ, ജലശാസ്ത്രത്തിലെ ലാൻഡ് സിസ്റ്റം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭൂമിയിലെ ജലപ്രവാഹങ്ങളെയും അവയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെയുമാണ്. ഇതിൽ സസ്യങ്ങൾ, വെജിറ്റേഷൻ, മണ്ണ്, സോയിൽ, കെട്ടിടങ്ങൾ, റോഡുകൾ എന്നിവയെല്ലാം ഉണ്ട്. എന്നാൽ ഓഷൻ സബ്സിസ്റ്റം, സമുദ്ര വ്യവസ്ഥയാണ് ഓഷൻ സബ്സിസ്റ്റം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൽ ഉൾപ്പെടുന്നില്ല. ഇത് ആഗോള ജലവ്യവസ്ഥയുടെ ഭാഗമാണെങ്കിലും ലാൻഡ് ബേസ്ഡ് പ്രോസസ്സിന്റെ ഭാഗമായി കണക്കാക്കുന്നില്ല. അപ്പൊ ലാൻഡ് സിസ്റ്റത്തില് വരാത്തത് ഏതെന്ന് കേട്ടാൽ എന്ത് തന്നെയാണ്? ഓഷൻ സബ്സിസ്റ്റം. ഓഷൻ എന്ന് പറയുമ്പം അത് സമുദ്ര വ്യവസ്ഥയാണ്. അതൊരിക്കലും ലാൻഡ് സിസ്റ്റത്തിനകത്ത് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ അതാണ് നമ്മുടെ ഇവിടുത്തെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 14. വിച്ച് ഓഫ് ദ ഫോളോയിങ് കോൺട്രിബ്യൂട്ട്സ് ടു വാട്ടർ വേപ്പർ ഇൻ ദ അറ്റ്മോസ്ഫിയർ? അറ്റ്മോസ്ഫിയറിൽ ഏതാണ്? ട്രാൻസ്പിറേഷൻ. സസ്യങ്ങളിൽ നിന്ന് പുറത്തുവിടുന്ന വാട്ടർ വേപ്പർ അന്തരീക്ഷത്തിലേക്ക് ചേരുന്നത് ട്രാൻസ്പിറേഷൻ പ്രോസസ്, ബാഷ്പോത്സർജനം വഴിയാണ്. അതുകൊണ്ട് ഇത് അന്തരീക്ഷത്തിലെ നീരാവിയുടെ അളവ് കൂട്ടുന്നതിൽ വ്യക്തമായി കൂട്ടുന്നതിന് സംഭാവന ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ ട്രാൻസ്പിറേഷൻ ആണ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 15 എന്താണെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 15. ഓക്കെ, which process refers to water moving from subsurface back to the surface? 15ാമത്തെ ക്വസ്റ്റ്യൻ. വെള്ളം മണ്ണിലേക്ക് താഴുന്ന ഇൻഫിൽട്രേഷന്റെ നേർ വിപരീത പ്രക്രിയയാണിത്. അതായത് ഭൂമിക്കടിയിൽ നിന്ന് സബ്സർഫസ് വെള്ളം സാവധാനത്തിൽ ഉപരിതലം അതായത് സർഫസിലേക്ക് തിരികെ വരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എക്സ്ഫിൽട്രേഷൻ എന്ന് പറയുന്നത്. ഇത് പ്രത്യേകിച്ച് ഉയർന്ന ഭൂഗർഭജല നിരപ്പുള്ള പ്രദേശങ്ങളിലാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്: വിച്ച് പ്രോസസ് റെഫേഴ്സ് ടു വാട്ടർ മൂവിംഗ് ഫ്രം സബ് സർഫസ് ബാക്ക് ടു ദ സർഫസ്? അപ്പോൾ സബ് സർഫസിൽ നിന്ന് മുകളിലേക്ക് സർഫസിലേക്ക് വരുന്നത് ഏത് പ്രക്രിയ വഴിയാണ് എന്നതാണ് ചോദ്യം. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എക്സ്ഫിൽട്രേഷൻ. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 16. വിച്ച് ഈസ് നോട്ട് എ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ഇൻ ദ ഹൈഡ്രോളജിക്കൽ സൈക്കിൾ? അപ്പോൾ ഇതിൽ ഏതാണ് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ഇൻ ദ ഹൈഡ്രോളജിക്കൽ സ്റ്റേറ്റിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ജലചക്രത്തിൽ നടക്കുന്ന പ്രധാനപ്പെട്ട അവസ്ഥാ മാറ്റങ്ങൾ, സ്റ്റേറ്റ് ചേഞ്ചസ് എന്ന് പറയുന്നത് ഇവാപ്രേഷൻ, കണ്ടൻസേഷൻ, സബ്ലിമേഷൻ വരുന്നുണ്ട്. ഇപ്പോൾ ഇവാപ്രേഷൻ നമുക്കറിയാം, ജലം ദ്രാവകാവസ്ഥയിൽ നിന്ന് നീരാവിയായി മാറുന്നു. കണ്ടൻസേഷൻ എന്ന് പറയുമ്പോൾ എന്താ? നീരാവി ദ്രാവകമായിട്ട് മാറുകയാണ് ചെയ്യുന്നത് അല്ലേ, വാട്ടർ കണ്ടൻസേഷൻ നടക്കുമ്പോൾ. സബ്ലിമേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഖരരൂപത്തിലുള്ള മഞ്ഞ് നേരിട്ട് നീരാവിയായി മാറുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഈ ഒരു കണ്ടൻസിൽ സബ്ലിമേഷൻ. ഇനി ഓക്സിഡേഷൻ എന്താണെന്ന് നോക്കാം. അതായത് ഓക്സിഡേഷൻ എന്നത് ഒരു രാസപ്രവർത്തനമാണ്, ഒരു കെമിക്കൽ റിയാക്ഷൻ. അതിൽ ഓക്സിജൻ മറ്റു വസ്തുക്കളുമായി പ്രതിപ്രവർത്തിക്കുന്നു. ഇത് ജലചക്രത്തിലെ അവസ്ഥാ മാറ്റങ്ങളുമായി ബന്ധമില്ലാത്ത ഒന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓക്സിഡേഷൻ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ 17ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: വിച്ച് സബ്സിസ്റ്റം ക്യാപ്ചേഴ്സ് വാട്ടർ ത്രൂ ഇന്റർസെപ്ഷൻ? ഇന്റർസെപ്ഷനിലൂടെ ഏത് സബ്സിസ്റ്റമാണ് വാട്ടറിനെ ക്യാപ്ചർ ചെയ്യുന്നതെന്ന് അല്ലേ നോക്കാം. ഇന്റർസെപ്ഷൻ എന്നത് പ്രധാനമായും സസ്യങ്ങളുടെ ഇലകളിലൂടെ വെള്ളം പിടിച്ചെടുക്കുന്ന പ്രക്രിയയാണ്. അതിനാൽ ഇത് സസ്യജാല ഉപവ്യവസ്ഥയുടെ, അതായത് വെജിറ്റേഷൻ സബ്സിസ്റ്റത്തിന്റെ ഭാഗമാണ്. മണ്ണ്, കെട്ടിടങ്ങൾ അല്ലെങ്കിൽ അക്വിഫറുകൾ എന്നിവയുടെ ഭാഗമല്ല. ഇവിടെ നമുക്കൊരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. നമ്മൾ നേരത്തെ ഇന്റർസെപ്ഷന്റെ കേസ് പറഞ്ഞപ്പോൾ ബിൽഡിങ്ങിലൂടെ ഉള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. പക്ഷേ ഇവിടെ ഇന്റർസെപ്ഷൻ എന്നത് പ്ലാന്റ്സിലും ബിൽഡിങ്സിലും സംഭവിക്കാം. പക്ഷേ ഹൈഡ്രോളജിക്കൽ സൈക്കിളിന്റെ നാച്ചുറൽ സബ്സിസ്റ്റംസ് ഡിസ്കസ് ചെയ്യുമ്പോൾ ഇന്റർസെപ്ഷൻ മെയിൻലി വെജിറ്റേഷൻ സബ്സിസ്റ്റത്തിലാണ് വരുന്നത്. ബിൽഡിങ്സിൽ ഇന്റർസെപ്ഷൻ ഉണ്ട്, ബട്ട് സ്ട്രക്ചറൽ സബ്സിസ്റ്റം എന്ന് പറയുന്നത് ഇസ് നോട്ട് എ പാർട്ട് ഓഫ് കോർ നാച്ചുറൽ ക്ലാസിഫിക്കേഷൻ. ആ ഒരു ക്ലാസിഫിക്കേഷൻ അത് ഡയറക്റ്റ് വരുന്നതല്ല. ബിൽഡിങ്സിൽ ഇന്റർസെപ്ഷൻ ഉണ്ടെങ്കിലും സ്ട്രക്ചറൽ സബ്സിസ്റ്റം എന്ന് പറയുമ്പോൾ
അതിൻ്റെ കോർ ക്ലാസിഫിക്കേഷൻ വരുന്നില്ല. അപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ മോസ്റ്റ് സൂറ്റബിൾ ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് വെജിറ്റേഷൻ സബ്സിസ്റ്റം ആണ്. പിന്നെ വരുന്നത് അക്വിഫർ സിസ്റ്റം. അതായത് ഒരു അക്വിഫർ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ അണ്ടർഗ്രൗണ്ട് ലെയർ ആണ്. അതിനകത്ത് വാട്ടർ ബിയറിംഗ് റോക്ക് അല്ലെങ്കിൽ സോയിൽ കാണും. അതിനെ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഗ്രൗണ്ട് വാട്ടേഴ്സിനെ സ്റ്റോർ ചെയ്യാനും അതുപോലെ ട്രാൻസ്മിറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ അങ്ങനെയുള്ളൊരു സിസ്റ്റത്തിനെയാണ് നമ്മൾ ശരിക്കും അക്വിഫർ സിസ്റ്റം എന്ന് പറയുന്നത്. അതിൻ്റെ കീഴിലുള്ള പോറസ് മെറ്റീരിയൽസ് വാട്ടർ സ്റ്റോർ ചെയ്യുകയും ആവശ്യമുള്ളപ്പോൾ ആ ജലം പുറത്തേക്ക് മൂവ് ചെയ്യാൻ കഴിയുന്ന പാരിസ്ഥിതിക ഘടകമാണ് അക്വിഫർ സിസ്റ്റം എന്ന് പറയുന്നത്. ഇത് ബേസിക്കലി ഒരു നാച്ചുറൽ അണ്ടർഗ്രൗണ്ട് വാട്ടർ ടാങ്ക് പോലെയാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് നമ്മുടെ ഓപ്ഷൻസിൽ ആൻസർ ആയിട്ട് വരുന്നില്ല. ഇന്റർസെപ്ഷനിലൂടെ ഏതാണെന്നുള്ളതിൻ്റെ കറക്റ്റ് ആൻസർ വെജിറ്റേഷൻ സബ്സിസ്റ്റം ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 18. ദ ടൈം റിക്വയർഡ് ഫോർ ഗ്രൗണ്ട് വാട്ടർ റിന്യൂവൽ ഈസ് അപ്രോക്സിമേറ്റ്ലി എത്രയാണെന്നാണ് ചോദ്യം. ഭൂഗർഭജലം വീണ്ടും നിറയാനുള്ള വേഗത വളരെ സാവധാനത്തിലാണ്. ഇതിന് 100 കണക്കിന് മുതൽ 1000 കണക്കിന് വർഷങ്ങൾ വരെ എടുക്കാം. ശരാശരി കണക്കാക്കുന്നത് 1400 വർഷമാണ്. അതുകൊണ്ടാണ് ഭൂഗർഭജലം ദുരുപയോഗം ചെയ്യുന്നത് വളരെ അപകടമാണ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 1400 ഇയേഴ്സ്. നെക്സ്റ്റ് വരുന്നത് ഹൈഡ്രോളജിക്കൽ സൈക്കിൾ സ്റ്റഡീസ് ആർ കൺസിഡേർഡ് എന്താണ് ഇന്റർഡിസിപ്ലിനറി ബിക്കോസ് ദേ ഇൻവോൾവ് എന്തൊക്കെയാണ്? ഓൺലി കെമിസ്റ്റ്, ജസ്റ്റ് എഞ്ചിനീയേഴ്സ് ആൻഡ് മെറ്റീരിയോളജിസ്റ്റ്, മൾട്ടിപ്പിൾ സയന്റിഫിക് ആൻഡ് എഞ്ചിനീയറിംഗ് ഫീൽഡ്സ്, പ്രൈമറി ഹൈഡ്രോളജിസ്റ്റ്. നമുക്ക് നോക്കാം. 19ാമത്തത് ജലചക്രത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ ഒരു ഇന്റർഡിസിപ്ലിനറി എന്ന് വെച്ചാൽ എന്താ? വിവിധ വിഷയങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരു പഠനമാണ്. കാരണം ഇതിൽ ഫിസിക്സ്, ഭൗതികശാസ്ത്രം, ഊർജ്ജ പ്രക്രിയകളുണ്ട്, കെമിസ്ട്രി ഉണ്ട്, രസതന്ത്രം ഉണ്ട് അല്ലെ? ജലത്തിന്റെ ഗുണമേന്മയെ കുറിച്ച് പഠിക്കുന്നത് രസതന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ്. ജിയോളജി, ഭൂഗർഭശാസ്ത്രം, ഭൂഗർഭ ജലത്തിന്റെ ഒഴുക്ക്, പിന്നെ എഞ്ചിനീയറിംഗ്, ഡ്രെയിനേജ്, ജലസംഭരണം തുടങ്ങിയവയെല്ലാം ഉൾപ്പെടുന്നു. അതുകൊണ്ട് ഇത് ഏതെങ്കിലും ഒരു വിഷയത്തിൽ മാത്രം ഒതുങ്ങുന്ന പഠനമല്ല. ഓക്കെ, അപ്പോൾ മൾട്ടിപ്പിൾ സയന്റിഫിക് ആൻഡ് എഞ്ചിനീയറിംഗ് ഫീൽഡ് എന്നുള്ളതാണ് നമ്മുടെ ആൻസർ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 20 നോക്കാം. വിച്ച് ഫോം ഓഫ് വാട്ടർ ഇസ് ദ മോസ്റ്റ് അബണ്ടന്റ് ഇൻ ദ അറ്റ്മോസ്ഫിയർ? 4 ഓപ്ഷൻസ് ഉണ്ട്. ഐസ്, ലിക്വിഡ് വാട്ടർ, വാട്ടർ വേപ്പർ, റെയിൻ. നമ്മുടെ ആൻസർ വാട്ടർ വേപ്പർ ആണ്. അതായത് അന്തരീക്ഷത്തിൽ ജലം പ്രധാനമായും കാണപ്പെടുന്നത് നീരാവിയുടെ രൂപത്തിലാണ്. ആണല്ലോ, വാട്ടർ വേപ്പർ ഗ്യാഷ്യസ് സ്റ്റേറ്റ് അല്ലേ? മേഘങ്ങളിൽ ജലത്തുള്ളികൾ ഡ്രോപ്ലെറ്റ്സ് കാണാമെങ്കിലും അളവിന്റെ കാര്യത്തിൽ നീരാവിയാണ് ഏറ്റവും കൂടുതൽ. അതാണ് നമ്മുടെ ആൻസർ എന്ത് വന്നത്? വാട്ടർ വേപ്പർ എന്ന് വന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ മേജർ കമ്പോണന്റ് ഓഫ് ദ ഹൈഡ്രോളജി സൈക്കിൾ? അപ്പോൾ നമ്മുടെ ഓപ്ഷൻസ് നോക്കാം. പ്രസിപ്പിറ്റേഷൻ, ഇന്റർസെപ്ഷൻ, കമ്പസ്റ്റൻ, ഇൻഫിൽട്രേഷൻ. പ്രസിപ്പിറ്റേഷനും ഇന്റർസെപ്ഷനും ഇൻഫിൽട്രേഷനും ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ നമുക്ക് തന്നെ അറിയാമല്ലേ എന്താണ്? കമ്പസ്റ്റൻ ആണ് ആൻസർ. കമ്പസ്റ്റൻ എന്നത് കത്തിക്കുന്ന ഒരു പ്രക്രിയയാണ്. ഇത് ജലത്തിന്റെ ചലനവുമായി ഒരു ബന്ധമില്ല അല്ലേ? ജലചക്രത്തിലെ പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഉൾപ്പെടുന്നത് പ്രസിപ്പിറ്റേഷൻ, ഇൻഫിൽട്രേഷൻ, ഇന്റർസെപ്ഷൻ ഒക്കെയാണ്. ഓക്കെ, ഇനി 22ാമത്തത് നമ്മൾ നോക്കുമ്പോൾ വാട്ട് ഈസ് ദ പ്രോസസ് കോൾഡ് വെൻ വാട്ടർ മൂവ്സ് ഡൗൺവേർഡ് ഫ്രം ദ സോയിൽ ഇൻ ടു ഡീപ്പർ ലെയേഴ്സ്? അതായത് മണ്ണിലേക്ക് ഇൻഫിൽട്രേറ്റഡ് അരിച്ചിറങ്ങിയ വെള്ളം മണ്ണിലെ സുഷിരങ്ങളിലൂടെ കൂടുതൽ ആഴത്തിലുള്ള പാളികളിലേക്ക് സാവധാനത്തിൽ നീങ്ങുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പെർകൊളേഷൻ എന്ന് പറയുന്നത്. ശ്രദ്ധിക്കണം കേട്ടോ, പെർകൊളേഷൻ എന്നുള്ള വേർഡ്. മണ്ണിലേക്ക് ഇൻഫിൽട്രേറ്റ് ചെയ്ത് ഇങ്ങനെ അരിച്ചരിച്ചിറങ്ങി ആ വെള്ളം മണ്ണിലെ സുഷിരങ്ങളിലൂടെ കൂടുതൽ ആഴത്തിലേക്ക് ആ പാളികളിലേക്ക് ഇറങ്ങി പോകും. സാവധാനത്തിൽ ഇങ്ങനെ നീങ്ങും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പെർകൊളേഷൻ എന്ന് പറയുന്നത്. ഇത് ഭൂഗർഭജലം നിറയുന്നതിൽ ഗ്രൗണ്ട് വാട്ടർ റീചാർജിന് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. ഇനി 23ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് പ്രോസസ് ഇൻവോൾവ്സ് വാട്ടർ ബീയിങ് ടെമ്പറലി സ്റ്റോർഡ് ഇൻ സ്മോൾ സർഫസ് ഡിപ്രഷൻസ്? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യാണ്. മഴവെള്ളം ചിലപ്പോൾ ഭൂമിയുടെ ഉപരിതലത്തിലുള്ള ചെറിയ കുഴികളിലോ താഴ്ന്ന ഭാഗങ്ങളിലോ ഒപ്പിച്ചെന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ, താൽക്കാലികമായി സംഭരിക്കപ്പെടുന്നു. ഇതാണ് ഡിപ്രഷൻ സ്റ്റോറേജ്. കുറച്ചു കാലത്തിന് ശേഷം ഈ വെള്ളം ബാഷ്പീകരിക്കപ്പെടുകയോ അല്ലെങ്കിൽ ഇങ്ങനെ ഒഴുകിയങ്ങ് പോവുകയോ ചെയ്യും. അതാണ് ശരിക്കും ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഡിപ്രഷൻ സ്റ്റോറേജ്. ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് കുറച്ച് വേഗത്തിൽ പോകുന്നത് കേട്ടോ. 24. വാട്ട് ഈസ് ദ മൂവ്മെന്റ് ഓഫ് വാട്ടർ ത്രൂ പ്ലാന്റ്സ് ഇൻ ടു അറ്റ്മോസ്ഫിയർ കോൾഡ് ട്രാൻസ്പിറേഷൻ? ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്തു. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സബ്സർഫസ് ഫ്ലോ ഓഫ് വാട്ടർ? സ്ട്രീം ഫ്ലോ ആണോ, സർഫസ് റൺ ഓഫ് ആണോ, ഇന്റർഫ്ലോ ആണോ, പ്രസിപ്പിറ്റേഷൻ ആണോ എന്നാണ് ചോദ്യം. 25. ഇന്റർഫ്ലോ എന്ന് പറഞ്ഞാൽ വെള്ളം ഭൂമിക്ക് അടിയിലൂടെ ജസ്റ്റ് ബിലോ ദ ഗ്രൗണ്ട് സർഫസിന്റെ തൊട്ട് താഴെ കൂടെ പ്രത്യേകിച്ച് മണ്ണിന്റെ പാളികൾക്കിടയിലൂടെ ഒഴുകി നീങ്ങുന്നതാണ്. ഇത് ബേസ് ഫ്ലോ, അതായത് അടിത്തട്ടിലെ ഒഴുക്ക് അല്ലെങ്കിൽ ഉപരിതല ഒഴുക്ക്, സർഫസ് റൺ ഓഫ് എന്നിവയിൽ നിന്ന് വ്യത്യസ്തമാണ്. ഭൂമിക്ക് അടിയിലെ പ്രത്യേകിച്ച് മണ്ണിന്റെ പാളികൾക്കിടയിലൂടെ ഒഴുകി നീങ്ങുന്നതാണ്. അപ്പോൾ സർഫസ് ഫ്ലോ ഓഫ് വാട്ടർ എന്ന് പറയുന്നത് ശരിക്കും ഇന്റർഫ്ലോ ആണ് കേട്ടോ. പിന്നെ വരുന്നത് വാട്ട് ഈസ് ദ പ്രോസസ് ഇൻ വിച്ച് വാട്ടർ വേപ്പർ ഈസ് റിലീസ്ഡ് ബൈ അനിമൽസ് ആൻഡ് ഹ്യൂമൻസ്? 4 ഓപ്ഷൻസ് ഉണ്ട്. കണ്ടൻസേഷൻ, പ്രസിപ്പിറ്റേഷൻ, പെർസ്പിറേഷൻ, അതുപോലെ ഇന്റർസെപ്ഷൻ. 4 ഓപ്ഷൻസ് ആണുള്ളത്. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വാട്ട് ഈസ് ദ പ്രോസസ് ഇൻ വിച്ച് വാട്ടർ വേപ്പർ ഈസ് റിലീസ്ഡ് ബൈ അനിമൽസ് ആൻഡ് ഹ്യൂമൻസ്? മനുഷ്യരും മൃഗങ്ങളും വിയർക്കുമ്പോൾ അല്ലേ വാട്ടർ വേപ്പർ എന്തായിട്ട് പുറത്തുവിടുന്നു? നമ്മൾ സ്വെറ്റ് ഉണ്ടാകുന്നു അല്ലേ, വിയർപ്പായിട്ട് പോകുന്നു.
ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പെർസ്പിറേഷൻ. ആ വേർഡ് ഓർക്കുക. ഈർപ്പം എന്നുള്ളതിൻ്റെ ഒരു വേർഡാണ് പെർസ്പിറേഷൻ. ഇതും അന്തരീക്ഷത്തിലെ ഈർപ്പത്തിന്റെ ഭാഗമായിട്ടാണ് കണക്കാക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 27. വാട്ട് ഡ്രൈവ്സ് ഇവാപറേഷൻ ആൻഡ് അതർ എനർജി ബേസ്ഡ് പ്രോസസ് ഇൻ ദ സൈക്കിൾ? അതർ എനർജി ബേസ്ഡ് പ്രോസസ്സസ് ഇൻ ദ സൈക്കിൾ. ഗ്രാവിറ്റി ഉണ്ട്, വിൻഡ് എനർജി ഉണ്ട്, സൺസ് എനർജി ഉണ്ട്, ടൈഡൽ ഫോഴ്സ് ഉണ്ട്. ബാഷ്പീകരണം അതായത് ഇവാപറേഷൻ, ബാഷ്പോത്സർജനം അതായത് ട്രാൻസ്പിറേഷൻ, സബ്ലിമേഷൻ ഇവയെല്ലാം സൂര്യന്റെ താപ ഊർജ്ജം തെർമൽ എനർജി കൊണ്ട് ആരംഭിക്കുന്ന പ്രക്രിയകളാണല്ലോ. സൂര്യനാണ് ഈ പ്രക്രിയകൾക്ക് ആവശ്യമായ ഊർജ്ജം നൽകുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? സൺസ് എനർജി. ബാക്കി ഓപ്ഷൻസ് ഗ്രാവിറ്റി, വിൻഡ് എനർജി, ടൈഡൽ ഫോഴ്സ് തന്നും നമ്മുടെ ആൻസർ അല്ല. അപ്പോൾ ഡ്രൈവ് ചെയ്യുന്നത് എന്ത് എനർജിയാണ്? സണ്ണിന്റെ എനർജിയാണ്. അടുത്തത് നമുക്ക് നോക്കാനുള്ളത് ക്വസ്റ്റ്യൻ നമ്പർ 28. വാട്ട് ഈസ് ദ പ്രൈമറി ഫോഴ്സ് റെസ്പോൺസിബിൾ ഫോർ മൂവിങ് വാട്ടർ ഓവർ ദ ലാൻഡ് സർഫസ്? ലാൻഡ് സർഫസിലൂടെ വാട്ടർ മൂവ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ആ ഒരു ഫോഴ്സ് എന്താണ്? വെള്ളം ഭൂമിയുടെ ഉപരിതലത്തിലൂടെ ഒഴുകുമ്പോൾ അത് സ്വാഭാവികമായും താഴേക്ക് ഒഴുകുന്നു അല്ലേ? ഇതിന് കാരണം ഗുരുത്വാകർഷണമാണ്, ഗ്രാവിറ്റി, ഘർഷണം, ഫ്രിക്ഷൻ പോലെയുള്ള ശക്തികൾ ഇതിനെ ബാധിക്കുമെങ്കിലും പ്രധാനപ്പെട്ട ശക്തി നമ്മൾ എന്താണ് ഇവിടെ പറയുന്നത്? ഗുരുത്വാകർഷണം തന്നെയാണ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഗ്രാവിറ്റിയാണ്. അടുത്തത്, ഇൻ വിച്ച് സ്റ്റേറ്റ് ഈസ് വാട്ടർ മോസ്റ്റ്ലി പ്രസന്റ് ഇൻ ദ ഓഷൻസ്? ഓഷൻസിലെ ഏത് സ്റ്റേറ്റിലാണ്? ലിക്വിഡ് സ്റ്റേറ്റിൽ കൂടുതലും കാണപ്പെടുന്നത് അല്ലേ? സമുദ്രങ്ങളിൽ വെള്ളം സ്വാഭാവികമായും ദ്രാവകാവസ്ഥയിലാണ് കാണപ്പെടുന്നത്. വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ നീരാവിയായിട്ടും അല്ലെങ്കിൽ ഖരരൂപത്തിലും ഒക്കെ ധ്രുവ പ്രദേശങ്ങളിലെ മഞ്ഞ് അല്ലേ കാണപ്പെടുന്നുള്ളൂ. 99.9% എന്ത് രൂപത്തിൽ തന്നെയാണ്? ദ്രാവക രൂപത്തിൽ തന്നെയാണ് കാണപ്പെടുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ലാസ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ടൈപ്പ് ഓഫ് സിസ്റ്റം ഈസ് ദ ഹൈഡ്രോളജിക് സൈക്കിൾ കൺസിഡർ അറ്റ് ദ ലോക്കൽ ലെവൽ? സ്റ്റാറ്റിക് ആണോ, ക്ലോസ്ഡ് ആണോ, ഓപ്പൺ ആണോ, ബാലൻസ്ഡ്? നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, ഗ്ലോബലി കൺസിഡർ ചെയ്യുമ്പോൾ അത് ക്ലോസ്ഡ് ആണെങ്കിലും നമ്മൾ ലോക്കലി കൺസിഡർ ചെയ്യുമ്പോൾ അതെന്താണ്? ഒരു ഓപ്പൺ സിസ്റ്റം ആണ് അല്ലേ? ആഗോളതലത്തിൽ നോക്കുമ്പോൾ ജലചക്രം ഒരു ക്ലോസ്ഡ് സിസ്റ്റം, അടഞ്ഞ വ്യവസ്ഥ. പുറത്തുനിന്ന് വരുന്നതുമില്ല, പുറത്തേക്ക് പോകുന്നതുമില്ല. വെള്ളം ഭൂമിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നില്ല അല്ലേ? എന്നാൽ പ്രാദേശിക തലത്തിൽ നോക്കുമ്പോൾ ഒരു തടാകം, നദി അല്ലെങ്കിൽ ഒരു വാട്ടർ ഷെഡ് പോലെ വെള്ളം ആ സിസ്റ്റത്തിലേക്ക് പ്രവേശിക്കുകയും പുറത്തു പോവുകയും ചെയ്യും. അതുകൊണ്ട് പ്രാദേശിക തലത്തിൽ ഇതൊരു ഓപ്പൺ സിസ്റ്റം അഥവാ തുറന്ന വ്യവസ്ഥയായി കണക്കാക്കപ്പെടുന്നു. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇത്രയും ആണ്. ഇനി നമുക്ക് മിസ്സായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരും റിവിഷൻ ക്ലാസ്സുകളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യാം. താങ്ക്